ഓടിക്കൊണ്ടിരുന്ന ഇരുചക്ര വാഹനത്തിന് മുകളിലേക്ക് മരം വീണ യുവാവിന് ദാരുണാന്ത്യം. ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണിലാണ് സംഭവമുണ്ടായത്. അപകടത്തിൽ ചെമ്മണ്ണ് സ്വദേശി പ്രവീണാണ് മരിച്ചത്. ഇന്ന് ജോലിക്കില്ലാത്തത് കാരണം കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം. അല്ലെങ്കിൽ ഇതിന്റെ മണ്ടയ്ക്ക് നോക്കിയാൽ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇത് പറഞ്ഞാണ് ഇത് വെട്ടി മരം, അത് ചെറിയ മരം അല്ലല്ലോ, ഇത്രയും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈനിന്റെയോ റോഡിന്റെയോ സൈഡിലുള്ള നമ്മൾ അത് മാത്രമല്ല, നമുക്കിത് ആർക്കും ഒരു ഗുണമുള്ള മരമല്ല. ഇത് കർശനമായിട്ടും എസ്റ്റേറ്റിന്റെ ഓർമ്മയിൽപ്പെടുത്താനും നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ജെയിനസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, കാലങ്ങളായി ഈ മഴക്കാലം കൂടിയാണ്. ഇപ്പോൾ കടപുഴകി വീഴാൻ നിൽക്കുന്ന മരങ്ങൾ സംബന്ധിച്ച അറിയിപ്പ് നാട്ടുകാർ നൽകിയതായിട്ട് അവരുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരാളുടെ മരണം സംഭവിച്ചു. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും പ്രജീഷ്, ഒരു അതിദാരുണമായിട്ടുള്ളൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രവീൺ പ്രദീപ് 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഈ മരം ഒടിഞ്ഞ് താഴേക്ക് പതിക്കുന്നത്. ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണിലാണ് സംഭവം ഉണ്ടാകുന്നത്. ശിഖരം ഒടിഞ്ഞ് യുവാവിൻ്റെ മേളിലേക്ക് പതുക്കുകയായിരുന്നു. ഈ വാഹനത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവീണിൻ്റെ മൃതദേഹം ഇപ്പോൾ പീരുമേട് താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് പോലെ ഈ മേഖലയിലൊക്കെ ഏത് സമയത്തും ഒടിഞ്ഞു വീഴാവുന്ന തരത്തിലുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട്. കാലവർഷം ഉണ്ടാകുമ്പോൾ ഒരു സ്ഥിരം പ്രശ്നമാണ്. പലപ്പോഴും ഈ ആളുകൾ ആശങ്ക അറിയിക്കുമ്പോഴും ഇത് മുറിച്ചു നീക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ചെമ്മണ്ണ് എന്ന് പറയുന്നത് ഒരു തോട്ടം മേഖലയാണ്, എസ്റ്റേറ്റ് മേഖലയാണ്, തേയിലത്തോട്ട മേഖലയാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ ഭീഷണിയായിട്ടുള്ള ഈ മരം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് മുറിച്ചു മാറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നു. അതുകൂടാതെ ഈ മരം ഒടിഞ്ഞു വീണതിന് ശേഷം സമീപത്ത് ഒരു കെട്ടിടം കൂടിയുണ്ട്. അവിടെ തൊഴിലാളികൾ സാധാരണ എത്തുന്നതാണ്. ഇന്ന് അവിടെ ജോലിക്കാരും ഉണ്ടായിരുന്നില്ല. അത് അവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ ദുരന്തമുണ്ടായേനെ എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുമാണ് നടപടി സ്വീകരിക്കേണ്ടത്. ദുരന്ത നിവാരണ നിയമപ്രകാരം ഏത് മരങ്ങളും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീൽക്കാൻ നിലവിൽ നിയമമുണ്ട്. പക്ഷേ അത്തരം നടപടികൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പഞ്ചായത്തും ഇക്കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. സാധാരണ എല്ലാ മഴക്കാലത്തും ഇടുക്കിയുടെ മലയോര മേഖലയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല.